2019-2024 സ്കീമിലെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ S3 കോർ പേപ്പറാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. സോ നമുക്ക് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് വരുന്നതാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യത്തേതാണ് ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഇൻ ടേംസ് ഓഫ് ഫ്ലൂയിഡ് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. സോ ഇത് നൊട്ടേറ്റ് ചെയ്യുന്നത് റോ ആണ്. സോ ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? മാസും നമുക്കറിയാം കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ രണ്ടാമത്തതാണ് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. ഇതും എന്താണ്? ഡെൻസിറ്റി തന്നെയാണ്, പക്ഷെ വെയിറ്റ് ഡെൻസിറ്റി എന്നല്ലേ പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇത്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. അപ്പൊ അത് നൊട്ടേറ്റ് ചെയ്യുന്നത് ഗാമയാണ്. അപ്പൊ ഗാമ ഈസ് ഈക്വൽ ടു വെയിറ്റ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? എം ജി. വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? എം ജി. എം ജി ബൈ എം ജി എങ്ങനെ എഴുതാൻ നമുക്ക്? മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി അല്ലെ. ഡെൻസിറ്റി എന്താണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? റോ. റോ ഇൻറ്റു ജി. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ റോ ജി ആണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. അത് നമുക്ക് വാട്ടറിന്റെ എങ്ങനെ എഴുതാം? സ്പെസിഫിക് വെയിറ്റ് ഫോർ വാട്ടർ എന്താണ്? നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.81 ആണ്. ഇൻറ്റു റോ. റോ ഓഫ് വാട്ടർ എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെ. 9.8 into 1000 എത്ര കിട്ടും? 9810 ടൺ പെർ മീറ്റർ ക്യൂബ്. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. റേഷ്യോ ഓഫ് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് യൂഷ്വലി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഫോർ ലിക്വിഡ്സ് എങ്ങനെയായിരിക്കും പറയുക? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പൊ ലിക്വിഡ്സിൽ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്തായി മാറും? വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഫോർ ഗ്യാസസ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് ഗ്യാസസ് ആകുമ്പോൾ അതെന്തായും? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എയർ ആണ്. ഇത് വെച്ചിട്ടൊരു റിലേഷൻ പഠിക്കാനുണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസിലൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇക്വേഷൻ അനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു എന്താ? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. നേരത്തെ പഠിച്ചില്ല. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ പോരെ. അപ്പൊ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം എത്രയാ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ നമുക്ക് ഇതേപോലെ പല ലിക്വിഡ്സിന്റെയും ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഡെൻസിറ്റി ഓഫ് മെർക്കുറി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്? 13.6 ഇൻറ്റു 1000. അപ്പൊ എത്ര കിട്ടി? 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ ഈ റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിസ്കോസിറ്റി. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡിന്റെ ലെയേഴ്സിന്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ്, അതായത് ഫ്ലോ ചെയ്യാൻ ഒരു തടസ്സം ഉണ്ടാവും. ഇപ്പൊ രണ്ട് ഫ്ലൂയിഡ്, ഇതിന്റെ രണ്ട് ലെയേഴ്സിന്റെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് കാരണം ഫ്ലോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ റെസിസ്റ്റൻസ് കാരണം ഇതിന്റെ ഇടയ്ക്ക് ഷിയർ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ടോ. ഈ ടോ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du by dy. du by dy എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെയിൻ. ഈ ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയാം. ഇതിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓർ വിസ്കോസിറ്റി. ടോയുടെ യൂണിറ്റ് എന്താ? ഷിയർ സ്ട്രെസ് അല്ലേ. ഷിയർ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ് അല്ലെ. du by dy. du എന്താണ്? വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ dy എന്ന് പറയുന്നത് ഒരു ഡീഫോർമേഷൻ ആണ്. അത് ഗ്രാഫിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ബൈ മീറ്റർ, മീറ്റർ ക്യാൻസൽ ചെയ്ത് പോയി എന്താവും? ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് അല്ലേ. പാസ്കൽ, അതായത് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് ഒരുമിച്ച് പാസ്കൽ എന്ന് എഴുതിക്കൂടെ? പെർ സെക്കൻഡ്.
യൂഷ്വലി നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നത് പോയിസിലാണ്. അപ്പൊ 1 പോയിസ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിനു മുമ്പ് നമുക്കൊരു ഗ്രാഫ് പഠിക്കണം. അതായത് നമുക്കൊരു ഗ്രാഫിൽ ഇത് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ വെലോസിറ്റി, വൈ ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതാണ്. അത് ആദ്യം യു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു, പിന്നെ അതിനുശേഷം യു പ്ലസ് ഡി യു വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഡീഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യല്ലേ. ഈ ഡീഫോർമേഷനെ നമ്മൾ ഡി വൈ, അതായത് ഒരു ചേഞ്ച്, അതാണ് ഡീഫോർമേഷൻ. യുയിൽ നിന്ന് അത് യു പ്ലസ് ഡി യുയിലോട്ട് പോയി, അതാണ് ആ ഒരു ഡീഫോർമേഷൻ ഡി വൈ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഷിയർ സ്ട്രെസ് ഡി യു ബൈ ഡി വൈന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെന്നും പ്രപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും, അതിനെ നമ്മൾ മ്യൂ എന്ന് പറയും. അതിനെ കോയിഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓർ വിസ്കോസിറ്റി. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഇപ്പൊ പഠിക്കാൻ പോകുന്നതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡൈനാമിക് വിസ്കോസിറ്റിനെ നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സോ നമ്മൾ യൂഷ്വലി ഡൈനാമിക്കിൽ നമ്മൾ പോയിസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ കൈനമാറ്റിക്സിൽ സ്റ്റോക്സ് ആണ്. So, 1 stock is equal to 10 raised to minus 4 meter square per second. Kinematic viscosity കുറവാണെങ്കിൽ വെള്ളം, എയർ, ഇതൊക്കെ പെട്ടെന്ന് ഈസിലി ഫ്ലോ ചെയ്യുമെന്നാണ് അർത്ഥം. ലോ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് എക്സാമ്പിൾ ഒക്കെ പറയാം, വാട്ടർ, എയർ. ഇത്രയാണ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നത്. സോ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിൽ നമ്മൾ വെലോസിറ്റി ഗ്രേഡ് ചെയ്യും, അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഡി യു ബൈ ഡി വൈ. ഇനി വൈ ആക്സിൽ എന്താണ്? ഷിയർ സ്ട്രെസ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഡി യു ബൈ ഡി വൈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടോ. അപ്പൊ എന്തായിരുന്നു ഗ്രാഫ്? സ്ട്രെയിറ്റ് ആയിരിക്കും. അതാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇനി മൂന്നാമത്തെ ഫ്ലൂയിഡ് എന്തായിരുന്നു? ഐഡിയൽ പ്ലാസ്റ്റിക്. അപ്പൊ ഈ 3 ഫ്ലൂയിഡ്സിനെ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാഫാണ് ഇത്. ഇതും എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ പഠിക്കുന്നത്.